18 വർഷമായി സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി യുവാവ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ധനസമാഹരണത്തിൽ ജിദ്ദ നവോദയയും പങ്കുചേർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾ എന്നുള്ള നിലക്ക് ഇത്തരം പ്രശ്നങ്ങൾ വളരെ സജീവമായി സഹകരിക്കുന്ന വിഭാഗമായതുകൊണ്ട് തന്നെ ജനങ്ങളെ മുന്നിലേക്ക് ജിദ്ദ നവോദയം അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രംഗത്ത് വരികയാണ്. ജിദ്ദ നവോദയ ജീവകാരുണ്യ ടീം ഇതിൻ്റെ ഭാഗമായി ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. 18 വർഷമായി സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി യുവാവ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ധനസമാഹരണത്തിൽ ജിദ്ദ നവോദയയും പങ്കുചേർന്നു. 34 കോടി രൂപ സമാഹരിക്കുകയെന്ന വമ്പൻ ലക്ഷ്യത്തോടെ മലയാളികൾ ഒന്നിച്ചതോടെ ഇത്രയും വലിയ തുക ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിക്കുവാൻ സാധിച്ചു. തുക നൽകാനുള്ള അവസാന ദിവസത്തിന് 3 ദിവസം ശേഷിക്കെയാണ് മുഴുവൻ തുകയും സ്വരൂപിച്ചത്. റഹീമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാനമായും പണം സമാഹരിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തുക ഇന്ത്യൻ എംബസി വഴിയാണ് സൗദി കുടുംബത്തിന് നൽകുക. സൗദി സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിഷയമായതിനാൽ ഔദ്യോഗികമായി ഇടപെടാൻ പരിമിതികളുണ്ടെന്നാണ് സൗദി അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷറഫിയ കേന്ദ്രമായി ജിദ്ദ നവോദയ ജീവകാരുണ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമാഹരണ പ്രവർത്തനങ്ങളിൽ ജിദ്ദ പ്രവാസി സമൂഹത്തിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. നവോദയയുടെ മദീന ഉൾപ്പെടെയുള്ള എല്ലാ ഏരിയകളിൽ നിന്നും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഫണ്ട് സമാഹരണവുമായി ഉണ്ടായിട്ടുള്ളത്.